കിഴക്ക് സൂര്യനുദിക്കും പോലെ ലോകത്തിലെ ഏറ്റവും വലിയ കൃത്രിമ ദ്വീപ് വിമാനത്താവളം സമുദ്രനിരപ്പിൽ നിന്ന് സാവധാനം ഉദിച്ചുയരുകയാണ്. ലോകത്തിലെ ഏറ്റവും വലിയ മനുഷ്യനിർമ്മിത ദ്വീപ് വിമാനത്താവളമായി മാറാൻ പോകുന്ന ഡാലിയൻ ജിൻഷൌബെ അന്താരാഷ്ട്ര വിമാനത്താവള അധികൃതർ കഴിഞ്ഞ ദിവസം ചൈനയിലെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ വിചാറ്റിൽ കുറിച്ച വാക്കുകളാണിത്. അതെ, ഒരു പുതിയ അത്ഭുതം കൂടി ചൈനയിൽ ഉദിച്ചുയരാൻ പോവുകയാണ്. രാജ്യത്തിൻ്റെ വടക്കുകിഴക്കൻ തീരത്തു നിന്നു മാറി കടലിൽ മണ്ണിട്ടുയർത്തി കൃത്രിമ ഭൂപ്രദേശം നിർമ്മിച്ച് അവിടെയാണ് മനോഹരമായ ദ്വീപും വിമാനത്താവളവും ഉയരുന്നത്. വടക്കുകിഴക്കൻ ചൈനയ്ക്കും കൊറിയ മുനമ്പിനും ഇടയ്ക്കുള്ള പശ്ചിമ പസഫിക് സമുദ്രത്തിലെ ഉൾക്കടലായ മഞ്ഞക്കടലിൻ്റെ വടക്കൻ തീരത്ത് സ്ഥിതി ചെയ്യുന്ന ലിയോണിംഗ് പ്രവിശ്യയിലെ തുറമുഖ നഗരമായ ഡാനിയനിൽ 2035 കൂടിയായിരിക്കും ഈ കൃത്രിമ ദ്വീപ് വിമാനത്താവളം പൂർണ്ണമായും ഉദിച്ചുയരുക. 2003 തന്നെ ഇതുമായി ബന്ധപ്പെട്ട ആസൂത്രണങ്ങൾ ആരംഭിച്ചിരുന്നെങ്കിലും ഈ അടുത്തു മാത്രമാണ് ഇതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് തുടക്കമിട്ടത്. 4 റൺവേകളും 9 ലക്ഷം ചതുരശ്ര മീറ്റർ പാസഞ്ചർ ടെർമിനലും ഉള്ള വിമാനത്താവളം 20.9 ചതുരശ്ര കിലോമീറ്റർ കൃത്രിമ ദ്വീപിലാണ് നിലകൊള്ളുക. ദശലക്ഷക്കണക്കിന് ക്യൂബിക് മീറ്റർ മണലും കല്ലും ഉപയോഗിച്ചാണ് കൃത്രിമ ദ്വീപ് സൃഷ്ടിക്കുന്നത്. നിർമ്മാണം പൂർത്തിയാകുന്നതോടെ ഇത് ലോകത്തിലെ പ്രമുഖ കൃത്രിമ ദ്വീപ് വിമാനത്താവളങ്ങളായ ചെക്ലോപ് കോക്ക് ദ്വീപിൽ സ്ഥിതി ചെയ്യുന്ന ഹോങ്കോങ് രാജ്യാന്തര വിമാനത്താവളത്തെയും ജപ്പാനിലെ കൻസായി വിമാനത്താവളത്തെയുമെല്ലാം മറികടക്കും. ഹോങ്കോങ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിലാണ് ലോകത്ത് ഏറ്റവും വലിയ പാസഞ്ചർ ടെർമിനലുള്ളത്. 12.48 ചതുരശ്ര കിലോമീറ്ററിൽ വ്യാപിച്ചു കിടക്കുന്ന ഇത് ചെക്ലാപ് കോക്ക് വിമാനത്താവളമെന്നും അറിയപ്പെടുന്നുണ്ട്. ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ എയർപോർട്ട് ടെർമിനലുള്ള ജപ്പാനിലെ കൻസായി വിമാനത്താവളം ഹോൻഷു തീരത്ത് ഒസാക്ക ഉൾക്കടലിൻ്റെ മധ്യത്തിലെ ഒരു കൃത്രിമ ദ്വീപിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇതിന് 10.5 ചതുരശ്ര കിലോമീറ്ററേ വലിപ്പമുള്ളൂ. ഡാലിയൻ നഗരം ജപ്പാൻ ഭരണത്തിന് കീഴിലായിരിക്കെ 1927 നിർമ്മിച്ച ഡാലിയൻ ഷൌഷൂസി ഇൻ്റർനാഷണൽ എയർപോർട്ടിന് പകരമായാണ് പുതിയ വിമാനത്താവളം നിർമ്മിക്കുന്നത്. ജപ്പാനും ദക്ഷിണ കൊറിയയ്ക്കും സമീപത്ത് തന്ത്രപരമായി ഏറെ പ്രാധാന്യമുള്ള സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന തിരക്കേറിയ തുറമുഖ നഗരമായ ഡാനിയലിലെ ഷൌഷൂസി ഇൻ്റർനാഷണൽ എയർപോർട്ട് വടക്കുകിഴക്കൻ ചൈനയിലെ ഏറ്റവും തിരക്കേറിയ വിമാനത്താവളങ്ങളിലൊന്നാണ്. 1955 മെയ്യിലാണ് ഇത് ചൈനീസ് നിയന്ത്രണത്തിലെടുത്തത്. 1905 റഷ്യൻ ജാപ്പനീസ് സാമ്രാജ്യങ്ങൾ തമ്മിൽ നടന്ന റൂസോ ജാപ്പനീസ് യുദ്ധത്തിൽ ജപ്പാൻ വിജയിച്ചതോടെയാണ് ഡാലിയൻ ഉൾപ്പെടെയുള്ള ലിയോണ്ടോങ് പെനിൻസുല ജാപ്പനീസ് നിയന്ത്രണത്തിലാവുന്നത്. രാജഭരണകാലത്ത് കുതിരപ്പന്തയത്തിന് ഉപയോഗിച്ചിരുന്ന ഷൌഷൂസി റേസ് കോഴ്സിനെ 1924 ജപ്പാൻകാർ ഒരു വിമാനത്താവളമാക്കി മാറ്റാൻ ശ്രമം തുടങ്ങിയത്. രണ്ടാം ലോക മഹായുദ്ധത്തിന് പിന്നാലെ 1945 ജപ്പാൻ കീഴടങ്ങിയതോടെ 10 വർഷത്തോളം സോവിയറ്റ് വ്യോമസേനയുടെ നിയന്ത്രണത്തിലായിരുന്ന ഈ വിമാനത്താവളം 1955 തങ്ങളുടെ നിയന്ത്രണത്തിൽ കീഴിൽ വന്ന ശേഷം ചൈന ഇവിടെ നിരവധി വികസന പ്രവർത്തനങ്ങൾ നടത്തിയെങ്കിലും വർദ്ധിച്ചുവരുന്ന തിരക്കും വ്യോമ ആവശ്യങ്ങളും നിറവേറ്റാൻ പര്യാപ്തമല്ലാതായതോടെയാണ് ഇതിന് പകരമായി മനുഷ്യനിർമ്മിത ദ്വീപ് വിമാനത്താവളം സ്ഥാപിക്കാൻ ചൈന തീരുമാനിച്ചത്. നിലവിലെ വിമാനത്താവളത്തേക്കാൾ ഇരട്ടി ശേഷിയായിരിക്കും പുതിയതിന് ഉണ്ടാവുക. തുടക്കത്തിൽ ടെർമിനൽ പ്രതിവർഷം 43 ദശലക്ഷം യാത്രക്കാർക്ക് സഞ്ചാരത്തിന് അവസരമൊരുക്കും. ക്രമേണ 80 ദശലക്ഷം യാത്രക്കാരെ വരെ ഉൾക്കൊള്ളാനാവുമെന്നാണ് പ്രതീക്ഷ. $4.3 ബില്യൺ ചെലവ് വരുന്നതാണ് പദ്ധതി. 60 ലക്ഷത്തിലധികം ജനസംഖ്യയുള്ള ഡാലിയൻ നഗരം എണ്ണ ശുദ്ധീകരണശാലകൾ, ഷിപ്പിംഗ്, ലോജിസ്റ്റിക്സ്, തീരദേശ ടൂറിസം എന്നിവയുടെ പ്രധാന കേന്ദ്രമാണ്. ഡാലിയൻ നഗരത്തെ പ്രധാന സാമ്പത്തിക ഗതാഗത കേന്ദ്രമെന്ന നിലയിൽ മാറ്റിയെടുക്കാൻ പുതിയ പദ്ധതി പൂർത്തിയാവുന്നതോടെ സാധിക്കും. ഇതുവരെ 1 ലക്ഷത്തിനടുത്ത് ചതുരശ്ര മീറ്റർ വിസ്തൃതിയുള്ള പ്രദേശത്ത് ആഴത്തിലുള്ള അടിത്തറ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിച്ചെന്നാണ് റിപ്പോർട്ട്. കടലിൽ മണ്ണും കല്ലുമിട്ട് നിറച്ച് പുതിയൊരു ദ്വീപ് സൃഷ്ടിക്കുന്ന പ്രവൃത്തിക്ക് കനത്ത വെല്ലുവിളികളാണ് നേരിടേണ്ടി വരുന്നത്. സങ്കീർണമായ ഭൂമിശാസ്ത്രപരമായ സാഹചര്യങ്ങളും ഡ്രില്ലിങ്ങിലെ ബുദ്ധിമുട്ടുകളുമെല്ലാം വലിയ തിരിച്ചടിയാണ്. എന്നാലും ഗുണനിലവാരം ഉറപ്പുവരുത്തി നിർമ്മാണ പ്രവർത്തനവുമായി മുന്നോട്ടു പോവാൻ തന്നെയാണ് തീരുമാനമെന്ന് ഡാലിയൻ എയർപോർട്ട് കൺസ്ട്രക്ഷൻ ആൻഡ് ഡെവലപ്മെൻറ്റ് കമ്പനി ലിമിറ്റഡ് ചീഫ് എഞ്ചിനീയർ ലീ സിയാങ് വ്യക്തമാക്കുന്നു. ജൂലൈയിലെ കണക്കനുസരിച്ച് ചൈനയുടെ വിവിധ ഭാഗങ്ങളിലായി നിർമ്മാണം പുരോഗമിക്കുന്ന $19 ബില്യൺ ചെലവ് പ്രതീക്ഷിക്കുന്ന 22 പുതിയ വിമാനത്താവളങ്ങളിലൊന്ന് മാത്രമാണ് ഈ വിമാനത്താവളം. എല്ലാ പ്രതിസന്ധികളെയും അതിജീവിച്ച് 2035 ലക്ഷ്യത്തിലെത്താൻ അതിവേഗം മുന്നോട്ട് നീങ്ങുകയാണ് ഇവിടുത്തെ പ്രവർത്തനങ്ങൾ.